ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തെയും ലോകക്രമത്തെയും ഒരുപോലെ പിടിച്ചുലച്ച അസാധാരണമായ സംഭവവികാസങ്ങളാണ് ഇപ്പോൾ മാൻഹാട്ടൻ കോടതി മുറിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. US സൈന്യത്തിന്റെ അതിസാഹസികമായ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന സൈനിക നീക്കത്തിലൂടെ വെനസ്വേലയിൽ നിന്നും പിടികൂടി ന്യൂയോർക്കിലെത്തിച്ച പ്രസിഡന്റ് നിക്കോളസ് മഡുറോ മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരായി തന്റെ മേൽ ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചു. നീല നിറത്തിലുള്ള ജയിൽ യൂണിഫോം ധരിച്ച് കോടതിയിലെത്തിയ മഡുറോ തന്നെ തട്ടിക്കൊണ്ട് വന്നതാണെന്നും താൻ ഇപ്പോഴും വെനസ്വേലയുടെ നിയമപരമായ പ്രസിഡന്റാണെന്നും വിവർത്തകന്റെ സഹായത്തോടെ ജഡ്ജി ആൽവിൻ ഹെല്ലർസ്റ്റീന് മുന്നിൽ വാദിച്ചു. ഞാനൊരു മാന്യനായ വ്യക്തിയാണ്, എന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, ഞാൻ നിരപരാധിയാണ് എന്നായിരുന്നു കോടതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ. മഡുറോയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സീലിയ ഫ്ലോറസും കോടതിയിൽ ഹാജരായിരുന്നു. താൻ വെനസ്വേലയുടെ പ്രഥമ വനിതയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സീലിയയും തന്റെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ നിഷേധിച്ചു. ഇരുവരും നിലവിൽ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടില്ലെങ്കിലും തടങ്കലിൽ കഴിയുന്ന സീലിയ ഫ്ലോറിസിന് ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്നും അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നും അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു. വിചാരണയുടെ അടുത്ത ഘട്ടം മാർച്ച് 17 കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അതേസമയം നിക്കോളസ് മഡുറോയുടെ അറസ്റ്റിന് പിന്നാലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നേരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഭീഷണികൾ മേഖലയിൽ കടുത്ത സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്.